നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അയത്തുള്ള അലി ഖമനിയുടെ മരണത്തിന് പിന്നാലെ അടുത്തത് ആ തലപ്പത്തേക്ക് ആരുടെ പേരാണ് ഇനി ഉയർന്നു കേൾക്കുന്നത്? ഇപ്പോഴിതാ ഇറാനിലെ പരമോന്നത നേതാവായിരുന്ന അയത്തുള്ള അലി ഖമേനിയുടെ മകൻ മുജ്തബ ഖമേനിയെ രാജ്യത്തിന്റെ പുതിയ പരമോന്നത നേതാവായി ഇറാന്റെ അസംബ്ലി ഓഫ് എക്സ്പേർട്സ് തിരഞ്ഞെടുത്തതായി ഇറാന്റെ ഔദ്യോഗിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഫെബ്രുവരി 28-ന് നടന്ന US-ഇസ്രായേൽ സംയുക്ത വ്യോമാക്രമണത്തിൽ ഖമേനി കൊല്ലപ്പെട്ടതിനെ തുടർന്നാണ് ഈ നിർണായക തീരുമാനം. ഇറാനിലെ ശക്തമായ സൈനിക വിഭാഗമായ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ സമ്മർദ്ദത്തെ തുടർന്നാണ് മുജ്തബയെ പിൻഗാമിയായി തെരഞ്ഞെടുത്തതെന്നും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. മേഖലയിൽ US-ഇസ്രായേൽ ആക്രമണങ്ങൾ തുടരുന്ന പശ്ചാത്തലത്തിൽ സുരക്ഷാ കാര്യങ്ങളിൽ അതീവ ജാഗ്രത പുലർത്തുന്നതിന്റെ ഭാഗമായാണ് ഈ നടപടി. അലി ഖമേനിയുടെ രണ്ടാമത്തെ മകനാണ് മുജ്തബ. മുജ്തബയ്ക്ക് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സ് കോർപ്സിന്റെ ശക്തമായ പിന്തുണയുണ്ടായിരുന്നു എന്നാണ് റിപ്പോർട്ട്. സംഘടനയാണ് മുജ്തബയെ പരമോന്നത നേതാവായി തെരഞ്ഞെടുക്കാൻ സമ്മർദ്ദം ചെലുത്തിയത്. IRGCയുടെ കമാൻഡർ ഇൻ ചീഫ് കൂടിയാണ് മുജ്തബ. അതേസമയം ഇസ്രായേൽ അമേരിക്ക സംയുക്ത ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇറാൻ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമേനിയുടെ സംസ്കാരം മഷാദിൽ നടക്കും. ഇറാനിലെ പ്രധാന നഗരവും ഖമേനിയുടെ ജന്മസ്ഥലവുമാണ് മഷാദ്. ഖമേനിയുടെ പിതാവ് ജവാദ് ഖമേനിയെ മഷാദിലെ ഇമാം റസ പള്ളിയിലാണ് സംസ്കരിച്ചിരുന്നത്. അതിനാൽ തന്നെ ഇവിടെയായിരിക്കും ഖമേനിയുടെ സംസ്കാരം എന്നാണ് സൂചന. അതേസമയം സംസ്കാരം എന്നുണ്ടാകും എന്നതിൽ വ്യക്തതയില്ല. അയത്തുള്ള ഖമേനിയുടെ ടെഹ്റാനിലെ വസതിക്ക് നേരെ ഫെബ്രുവരി 28-ന് ഇസ്രായേലും അമേരിക്കയും ചേർന്ന് നടത്തിയ ആക്രമണത്തിലാണ് അദ്ദേഹം കൊല്ലപ്പെട്ടത്. ആക്രമണത്തിൽ ഖമേനിയുടെ മകളും പേരക്കുട്ടിയും മരുമകനും കൊല്ലപ്പെട്ടിരുന്നു. ആക്രമണത്തിൽ പരിക്കേറ്റ ഖമേനിയുടെ ഭാര്യ മൻസൂറ ഗോച്ച്തേസ്തയും കഴിഞ്ഞ ദിവസം മരിച്ചിരുന്നു. പരമോന്നത നേതാവ് മിലിറ്ററി ബ്യൂറോ ചീഫ് മുഹമ്മദ് ഷിറാസി, രഹസ്യാന്വേഷണ വിഭാഗം തലവൻ സലാഹ് ആസാദി, നൂതന ആയുധ പദ്ധതിയുടെ തലവൻ ഹസൻ ജബൽ അമലിയൻ എന്നിവരെയും വധിച്ചതായും ഇസ്രായേൽ വ്യക്തമാക്കിയിരുന്നു. ആക്രമണം ആരംഭിച്ചതിന്റെ ആദ്യ മണിക്കൂറിൽ തന്നെ ഖമേനിയെ വധിച്ചുവെന്ന് ഇസ്രായേലും അമേരിക്കയും വാദിച്ചിരുന്നു. ഖമേനിയുടെ വധത്തിൽ ഇറാനിൽ 40 ദിവസത്തെ ദുഃഖാചരണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. 56 വയസ്സുള്ള മുജ്തബ ഖമേനിയുടെ രണ്ടാമത്തെ മകനാണ്. കൂടാതെ ഇറാനിയൻ റവല്യൂഷണറി ഗാർഡ് കോറുമായി ശക്തമായ ബന്ധം പുലർത്തുന്നുമുണ്ട്. IRGCയുടെ സമ്മർദ്ദത്തിലാണ് വിദഗ്ധരുടെ അസംബ്ലി മുജ്തബയെ തിരഞ്ഞെടുത്തതെന്ന് ഇറാന്റെ ഇന്റർനാഷണൽ റിപ്പോർട്ട് ചെയ്യുന്നു. നിരവധി പേര് മുജ്തബയെ ഖമേനിയുടെ പിൻഗാമിയായി കണ്ടിരുന്നുവെങ്കിലും വിദഗ്ധർക്കിടയിൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ നിലനിന്നിരുന്നു. കഴിഞ്ഞ വർഷം ഖമേനി തയ്യാറാക്കിയ പിൻഗാമികളുടെ സാധ്യതാ പട്ടികയിൽ മുജ്തബയെ ഉൾപ്പെടുത്തിയിരുന്നില്ലെന്നാണ് റിപ്പോർട്ടുകൾ. ഇറാനിലെ ഷിയ മുസ്ലിം പുരോഹിത വർഗത്തിൽ പിതാവും പുത്രനും തമ്മിലുള്ള പിന്തുടർച്ച നല്ലതായി കാണുന്നില്ല. ഷിയ തത്വങ്ങൾ കാരണം മുജ്തബയുടെ തെരഞ്ഞെടുപ്പിന് എതിർപ്പുണ്ടായിരുന്നെങ്കിലും ഇറാനിലെ ടോപ്പ് ബ്രാസിലെ പലരെയും രാജ്യത്തിനെതിരായ ആക്രമണങ്ങളിൽ നിർവീര്യമാക്കിയിരുന്നു. മുജ്തബ ഉയർന്ന റാങ്കിലുള്ള പുരോഹിതനല്ല. അദ്ദേഹം ഒരു ഔദ്യോഗിക സ്ഥാനവും വഹിച്ചിട്ടില്ല. ഭരണത്തിൽ ഔദ്യോഗിക പങ്കില്ല. എന്നിരുന്നാലും മുജ്തബ അദ്ദേഹം തിരശ്ശീലയ്ക്ക് പിന്നിൽ കാര്യമായ സ്വാധീനം ചെലുത്തുന്നതായി വിശ്വസിക്കപ്പെടുന്നു. ഇറാഖ് യുദ്ധകാലത്ത് അദ്ദേഹം ഇറാനിയൻ സായുധ സേനയിൽ സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. യുദ്ധസമയത്ത് മുജ്തബ ഹബീബ് ബറ്റാലിയനിൽ സേവനമനുഷ്ഠിച്ചു. ഇറാനിലെ സുരക്ഷാ രഹസ്യാന്വേഷണ സംവിധാനങ്ങളിൽ പിന്നീട് ഉയർന്നു വന്ന വ്യക്തികളുമായി ബന്ധം സ്ഥാപിച്ചു. 1969-ൽ മഷ്ഹദിൽ ജനിച്ച മുജ്തബ ഇറാനിലെ മുൻ ഷാ ആയ മുഹമ്മദ് റസ ഷായെ എതിർക്കുന്ന ഒരു പ്രമുഖ പുരോഹിതനായി അദ്ദേഹത്തിന്റെ പിതാവ് ഉയർന്നു വന്നപ്പോൾ അതിന് സാക്ഷ്യം വഹിച്ച് വളർന്നയാളാണ്. 1979-ലെ ഇസ്ലാമിക വിപ്ലവമാണ് ഖമേനി കുടുംബത്തെ അധികാരത്തിലെത്തിച്ചത്. ടെഹ്റാനിലേക്ക് മാറിയ ശേഷം പേരുകേട്ട അലവി ഹൈസ്കൂളിൽ അദ്ദേഹം ചേർന്നു. തുടർന്ന് ക്വാമിൽ യാഥാസ്ഥിതിക പുരോഹിതരുടെ കീഴിൽ മതപഠനം തുടർന്നു. എന്നിരുന്നാലും മുജ്തബ അയത്തുള്ള റാങ്ക് നേടിയിട്ടില്ല. ഭരണഘടനാപരമായി പരമോന്നത നേതാവ് ഉയർന്ന മതപരമായ നിലവാരം പുലർത്തുമെന്നും പ്രതീക്ഷിക്കപ്പെടുന്നതിനാൽ തന്നെ മുജ്തബയുടെ പുരോഹിത റാങ്ക് സീനിയർ പുരോഹിതർക്കിടയിൽ ചർച്ചയുടെ ആവർത്തിച്ചു വരുന്ന വിഷയമായിരുന്നു. ഒരിക്കലും തെരഞ്ഞെടുക്കപ്പെട്ട ഓഫീസോ ഔദ്യോഗിക സർക്കാർ സ്ഥാനമോ വഹിച്ചിട്ടില്ലെങ്കിലും മുജ്തബയെ ദീർഘകാലമായി പരമോന്നത നേതാവിന്റെ ഓഫീസിലെ ഒരു ഗേറ്റ് കീപ്പറായി വിശേഷിപ്പിച്ചിരുന്നു.
മുജ്തബയുടെ രാഷ്ട്രീയ സ്വാധീനം IRGCയുടെ അടുത്ത ബന്ധങ്ങൾ കാരണമാണെന്ന് വിശകലന വിദഗ്ധർ വിശ്വസിക്കുന്നു. കാരണം IRGC ഇറാനിലെ രാഷ്ട്രീയ സാമ്പത്തിക സുരക്ഷാ നയത്തിലെ ഒരു നിർണായക ശക്തിയാണ്. 2019 US മുജ്തബയ്ക്ക് ഉപരോധം ഏർപ്പെടുത്തിയിരുന്നു. എന്നിട്ടും വലിയൊരു കോടിക്കണക്കിന് ഡോളർ മൂല്യമുള്ള ഒരു റിയൽ എസ്റ്റേറ്റ് സാമ്രാജ്യം കെട്ടിപ്പടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞുവെന്നാണ് ബ്ലൂംബർഗ് അടക്കം റിപ്പോർട്ട് ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ ആസ്തി ഇപ്പോഴും അജ്ഞാതമാണ്. സ്വിസ് ബാങ്ക് അക്കൗണ്ടുകളും 138 ദശലക്ഷം ഡോളറിലധികം വിലമതിക്കുന്ന ഒരു ബ്രിട്ടീഷ് ആഡംബര പ്രോപ്പർട്ടിയും ഉൾപ്പെടുന്നു എന്ന് മാത്രമാണ് ലഭ്യമായ വിവരം. ഇറാനിയൻ യാഥാസ്ഥിതിക രാഷ്ട്രീയക്കാരനും പാർലമെന്റിന്റെ മുൻ ചെയർമാനുമായ ഗൊലാം അലി ഹദ്ദാദ് അദേലിന്റെ മകൾ സഹ്റ ഹദ്ദാദ് അദേലാണ് മുജ്തബയുടെ ഭാര്യ. 2004 വിവാഹം. ഇപ്പോൾ നടന്ന ആക്രമണത്തിൽ സഹ്റ കൊല്ലപ്പെട്ടതായി പറയപ്പെടുന്നു. അവർക്ക് 3 കുട്ടികളാണുള്ളത്. എന്നാൽ കുട്ടികളെക്കുറിച്ചും കൂടുതൽ വിശദാംശങ്ങളൊന്നും തന്നെ ലഭ്യമല്ല. ഏതായാലും ഇപ്പോൾ നടന്നു വരുന്ന ഈ ഒരു ഇറാൻ്റെ ആക്രമണ പശ്ചാത്തലത്തിൽ തങ്ങളുടെ തലപ്പത്ത് ഒരാളില്ല എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പൗരന്മാരുടെയും അതുപോലെ തന്നെ പോരാടുന്ന സൈനികരുടെയും ആത്മവീര്യം ചോരാതിരിക്കാനാണ് വളരെ വേഗത്തിൽ തന്നെ ഖമേനിയുടെ മകനെ തന്നെ അവിടെ പിൻഗാമിയായി വെച്ചിരിക്കുന്നത്. പക്ഷേ ആ ഖമേനിയുടെ ആ മകൻ്റെ ആയുസ്സും എത്രത്തോളം കാലമുണ്ട്, അല്ലെങ്കിൽ ആ പിൻഗാമി പരമോന്നത നേതാവെന്ന പിൻഗാമി എന്ന സ്ഥാനത്തിന് എത്രത്തോളം ആയുസ്സുണ്ട് എന്നുള്ളതും കണ്ടറിയണം.